ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലെയും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ, മൈക്രോ ഒബ്സർവർമാർ, കൌണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ എന്നിവർക്കുള്ള ആദ്യഘട്ട പരിശീലന പരിപാടി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. ഈ മാസം 28, 29 തീയതികളിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു പരിശീലനം. മെയ് 1 രണ്ടാം ഘട്ട പരിശീലന പരിപാടിയും സംഘടിപ്പിക്കും. സെൻസസ് 2027മായി ബന്ധപ്പെട്ട തിരുവനന്തപുരം ജില്ലാ ഓഫീസർമാർക്കും ചാർജ് ഓഫീസർമാർക്കുള്ള രണ്ടാം ബാച്ച് പരിശീലനം സംഘടിപ്പിച്ചു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടി ജില്ലാ കളക്ടർ അനുകുമാരി ഉദ്ഘാടനം ചെയ്തു. സെൻസസിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് 2 ബാച്ചുകളിലായി ഈ മാസം 25 വരെയായിരുന്നു പരിശീലനം. ആദ്യ ബാച്ച് പരിശീലനം 22-ന് അവസാനിച്ചിരുന്നു. സെൻസസ് ഡയറക്ടറേറ്റിൽ നിന്നുള്ള അസിസ്റ്റന്റ് സെൻസസ് ഡയറക്ടർ സുരേഷ്, ഇൻവെസ്റ്റിഗേറ്റർ രഞ്ജു എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജ് ശല്യതന്ത്ര വിഭാഗവും നാഷണൽ ആയുഷ് മിഷന് കീഴിലുള്ള NPP MOMD പൊതുജനാരോഗ്യ പദ്ധതിയും സംയുക്തമായി തിരുവനന്തപുരത്ത് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രധാനമായും ഹെഡ്ലോഡ് തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. അസ്ഥി സന്ധി സംബന്ധമായ രോഗങ്ങൾ, നടുവേദന, കഴുത്തുവേദന, പേശി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പരിശോധനയും ആയുർവേദ ചികിത്സാ നിർദ്ദേശങ്ങളും ഡോക്ടർമാർ നൽകി. പങ്കെടുത്തവർക്ക് സൗജന്യമായി മരുന്നുകളും വിതരണം ചെയ്തു. അന്താരാഷ്ട്ര യാത്രക്കാർക്ക് യാത്രാ ബുക്കിംഗ് പ്ലാറ്റ്ഫോം വഴി തന്നെ ഡ്യൂട്ടി ഫ്രീ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുത്ത് മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവുമായി അദാനി എയർപോർട്ട്സ് മേക്ക് മൈ ട്രിപ്പ് പദ്ധതി. യാത്ര പുറപ്പെടുന്നതിന് മുൻപോ എത്തിച്ചേരുന്നതിന് മുൻപോ യാത്രക്കാർക്ക് വിവിധ ഡ്യൂട്ടി ഫ്രീ ഉൽപ്പന്നങ്ങൾ പരിശോധിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ഈ സംവിധാനം സഹായിക്കും. ഇതിലൂടെ വിമാനത്താവളങ്ങളിൽ സമയം ലാഭിക്കുകയും കൂടുതൽ സൗകര്യപ്രദമായ ഷോപ്പിംഗ് അനുഭവം ഉറപ്പാക്കുകയും ചെയ്യാം. തിരുവനന്തപുരത്തിന് പുറമെ മുംബൈ, അഹമ്മദാബാദ്, ലക്നൗ, മംഗളൂരു, ജയ്പൂർ വിമാനത്താവളങ്ങളിൽ ഈ സേവനം ലഭിക്കും. ദേശീയ, സംസ്ഥാന, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മേര യുവഭാരത് സംഘടനയുടെ സഹകരണത്തോടെ യുവ ആപ്ദ മിത്ര പദ്ധതിയുടെ ഭാഗമായി മേര യുവഭാരത് വോളണ്ടിയർമാർക്കായി ദുരന്ത നിവാരണ പരിശീലന പരിപാടി തിരുവനന്തപുരത്ത് നടന്നു. യുവജനങ്ങളെ ദുരന്ത നിവാരണ രംഗത്ത് സജ്ജരാക്കുന്നതിനായുള്ള യുവ ആപ്ദ മിത്ര പരിശീലന പരിപാടി ജില്ലാ കളക്ടറും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണുമായ അനുകുമാരി ഉദ്ഘാടനം ചെയ്തു. 7 ദിവസത്തെ ക്യാമ്പിന്റെ ഭാഗമായി അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്ന രീതികൾ, ദുരന്ത നിവാരണത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ, ദുരന്തമുഖങ്ങളിലെ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന പ്രഥമ ശുശ്രൂഷയും തിരച്ചിലും, രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ, പാമ്പുകടി പ്രതിരോധവും മുൻകരുതലും, അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവയിൽ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയ പരിശീലനവും അവബോധവും നൽകി. പരിശീലനം വിജയകരമായി പൂർത്തീകരിച്ചവർക്ക് സർട്ടിഫിക്കറ്റുകൾ, ID കാർഡുകൾ, യൂണിഫോം, എമർജൻസി കിറ്റുകൾ എന്നിവ നൽകി. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കേരള ജൈവ വൈവിധ്യ ബോർഡും മ്യൂസിയം മൃഗശാലയും സംയുക്തമായി ലോക ഭൗമ ദിനാചരണം നടത്തി. പശ്ചിമഘട്ടത്തിൽ നിന്നുള്ള അപൂർവ വൃക്ഷച്ചെടികൾ മ്യൂസിയം വളപ്പിൽ നട്ടുപിടിപ്പിച്ചായിരുന്നു ഉദ്ഘാടനം. മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ MC ദത്തൻ, ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ അനിൽകുമാർ, ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെന്റർ ഡയറക്ടർ ഡോക്ടർ ശ്രീകുമാർ, തിരുവനന്തപുരം വിമാനത്താവളം മേധാവി രാഹുൽ ഭട്കോടി, CSR സെബാസ്റ്റ്യൻ ബ്രിറ്റോ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.